ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാനൊരു ട്രിപ്പ് പോവാണ്. അടുത്ത ആഴ്ച നെക്സ്റ്റ് ഫ്രൈഡേ ആണ് പോണത്. അപ്പോൾ ഞാൻ ഷെയ്നിൽ നിന്നും അവിടെ നിന്ന് നിന്നൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി എല്ലാം അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ക്ഷമയില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും, എത്താറായോ. അപ്പോൾ ഞാൻ എന്തോ ഓർഡർ ചെയ്തു, ഒരു കുഞ്ഞു സാധനമായാലും പോലും ഞാനിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും, എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാനത് അൺബോക്സ് ചെയ്യും. സോ അപ്പോൾ ഞാനെല്ലാം അൺബോക്സ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോകാനുള്ള പെട്ടിയിൽ ഇങ്ങനെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി സെറ്റ് ചെയ്ത് പാക്ക് ചെയ്യണ വീഡിയോ ഞാൻ പിന്നെ ഇടാം കേട്ടോ. കാരണം എല്ലാ സാധനങ്ങളും ആയിട്ടില്ല. പിന്നെ ഒരാഴ്ചയും കൂടെ ടൈമുണ്ട്. ഇപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ ഇനി ടൈമുണ്ട്. സോ ഞാൻ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ മേടിച്ച ഡ്രസ്സിൽ ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ്സിലെല്ലാം ഒരുവിധം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയാലും മോഡലായാലും സെയിം എക്സാക്ട്ലി ആ പിക്ചറിൽ കാണിച്ച പോലെ തന്നെയാണ് റിസീവ് ചെയ്തത്. സോ അപ്പോൾ നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഒരു ബാഗാണ് കേട്ടോ. പലതും പല സ്ഥലങ്ങളിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കണത്. ഷെയ്നിൽ നിന്ന് മാത്രമല്ല, ഇത് ഞാൻ വേറെ അലി എക്സ്പ്രസ്സിൽ നിന്നാണ്ട് ഓർഡർ ചെയ്തൊരു ബാഗാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളി നല്ല സെറ്റ് സാധനം കൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി ആദ്യം ഒരു സ്ലിബേ വരുന്നുള്ളൂ. ഉള്ളിലൊന്നും വേറെ ഒറ്റ കളികളില്ല. ഈ ഒരു വലിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് സംഭവം. ഉള്ളിലൊരു ചെറിയൊരു കളി കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. പക്ഷെ 4 പൗണ്ടിന് ഇത് അടിപൊളിയാണ് കേട്ടോ. നല്ല അലി എക്സ്പ്രസ്സിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ല. സോ ഇതാണ് അപ്പോൾ ഫസ്റ്റത്തെ സംഭവം. ക്യൂട്ടായില്ലേ? അപ്പോൾ അത് പിന്നെ ഞാനൊരു വാച്ചാണ് മേടിച്ചത് കേട്ടോ. ഇതും ഞാൻ അലി എക്സ്പ്രസ്സിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ സത്യം പറയാറ് അലി എക്സ്പ്രസ്സിൽ നിന്ന് എനിക്ക് ഇത്രയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽസ അലി എക്സ്പ്രസ്സിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ വലിയ സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എൽസയ്ക്ക് കിട്ടിയത് എന്താ പറയുക, കുഞ്ഞു കുട്ടികളുടെ ഒരു സോക്സ്, പിന്നെ ഒരു LED ബൾബ്, അങ്ങനത്തെ ഒക്കെ എന്തൊക്കെയോ സാധനങ്ങളാണ് എൽസയ്ക്ക് കിട്ടിയത്. വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. സോ ഞാനിത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിന് എത്ര 2 പൗണ്ടാണ് കണ്ടുള്ളൂ. 2 പൗണ്ട്. അടിപൊളി വാച്ചല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ? പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനിത് നോക്കിയപ്പോൾ ഒറ്റയടിക്ക് 4 പൗണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ 2 പൗണ്ടിനാണ് മേടിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉള്ളിലൊരു സിൽക്കി സംഭവമാണ് ഉള്ളിൽ വരണത്. അപ്പോൾ ഇതാണ് അടുത്തത്. പിന്നെ ഞാൻ മേടിച്ചത്, ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഫുള്ള് അലി എക്സ്പ്രസ് ആണ് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചത് ഈ ഒരു റിങ്ങാണ്. എൻ്റെ ഈ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളതല്ലേ. ഈ ഒരു റിങ്ങാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു റിങ്ങാണ് അടുത്തത്. ചെയിനാണ്. ഇവിടെ ഒരു ലവും ഒരു വട്ടത്തിലുള്ള സാധനമൊക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്തതല്ല ആക്ച്വലി. ഇത് ഇതിൻ്റെ കൂടെ വന്നതാണ്. ഫ്രീ ആണോ എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ആക്ച്വലി ഞാനിത് ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയൊരു സാധനമാണ്. കുഴപ്പമില്ല. ഇത് ആ വാച്ചിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. ഇത് മാറിയിട്ട് എനിക്കിഷ്ടമായി. അപ്പോൾ കഴിച്ചതിനായിട്ടും ഭംഗിയുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഇതായിരുന്നു അടുത്തത്. ഞാനിത് ഓർഡർ ചെയ്തിട്ടില്ല. അതെനിക്ക് ഒരു ഫ്രീ ആയിട്ട് വന്നു. അപ്പോൾ അലി എക്സ്പ്രസ് അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനിയെന്ന് പറഞ്ഞാൽ ഷെയ്നിൽ നിന്ന് മേടിച്ച സംഭവങ്ങളാണ്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഫാനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോയപ്പോൾ ചൂടെടുത്തിട്ട് എനിക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചൂടായിരുന്നു. പെട്ടെന്ന് UK അങ്ങോട്ട് പോയ കാരണമാണോ, പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണോ എനിക്കറിയില്ല. എനിക്ക് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര കാറ്റൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ചെറിയൊരു കാറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. വലിയ കാറ്റൊന്നുമില്ല. ഇതിൽ ആക്ച്വലി നമ്മുടെ ഫാനിലെ പോലെ തന്നെ 1 to 5 ഇതുണ്ട്. ഇതൊന്ന് 5 വരെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുടി പറക്കാൻ കാണുമ്പോൾ അറിയാൻ പറ്റും എന്തോരം സ്പീഡ് ഉണ്ടെന്നുള്ളത്. അത്രയ്ക്ക് വലിയ കാറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യണം. 143 അങ്ങനെ മേടിച്ചതാണ്. നാട്ടിലൊരു 140 രൂപ. നാട്ടിലായിട്ട് ഞാൻ കമ്പയർ ചെയ്യണില്ല. എൻ്റെ അമ്മയ്ക്ക് വല്ല അറ്റാക്ക് വരും.
അപ്പോൾ ഇതാണ് ഞാൻ. പക്ഷേ എനിക്കധികം ഞാൻ സ്പെൻഡ് ചെയ്യണതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഇവിടെ കടയിൽ പോയി മേടിക്കുന്ന സാധനങ്ങൾ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യണു. ഞാൻ ഇവിടെ കടകളിൽ പോയിട്ടൊന്നും മേടിക്കാറില്ല. മീൻസ് ഡ്രസ്സുകളായാലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബാഗ്, ചെരുപ്പ്, ചീർപ്പ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിൽ പോലും ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിക്കാറ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വലിയതായിട്ടുണ്ട് ഒരു പൈസ ചിലവാക്കണം അങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷേ നിങ്ങൾ അവിടെ പുറത്ത് പോയി മേടിക്കുന്ന പൈസ തന്നെ എനിക്ക് ഓൺലൈനിൽ അതിനേക്കാളും കുറവ് പൈസയ്ക്ക് കിട്ടും. സോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റിങ്ങുകൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണ് ഈ ഒരു റിങ്. ഇതൊക്കെ ഇത് ഞാൻ ടെമോ മേടിച്ചതാണ്. ദൂരം ഒക്കെ കൂടി കഴിഞ്ഞാൽ ആർപ്പാട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സെറ്റായിരുന്നു. ഈ 2 ഒരുമിച്ചുള്ളൊരു സെറ്റായിരുന്നു. കണ്ടില്ലേ? ഇതിൻ്റെ കളർ ഒരു എന്താ പറയുക, വേറൊരു കളറാണ് കേട്ടോ, വേറൊരു ഗോൾഡാണ്. ഇത് കുഴപ്പമില്ല, സോറി കേസ്, ഞാനൊന്നും ഉദ്ദേശിച്ചതല്ല. ഞാൻ റിങ് കാണിച്ചതാണ് കേട്ടോ, വേറെ കൈവയ്ക്കിടട്ടെ. അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. പക്ഷേ ഇതിൻ്റെ കളറാണ് എനിക്കൊരു വേറൊരു ഗോൾഡൻ അല്ലേ. പക്ഷെ കുഴപ്പമില്ല, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് അടുത്തത്. ഇതൊരു സെറ്റാണ് കേട്ടോ, 2 വന്നാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മോതിരമാണ് കേട്ടോ. ഇത് നല്ല രസം, ഫുള്ള് സ്റ്റോണാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റോണാണ്, കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ. എനിക്കറിയില്ല കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. ഒരു വലിയ സ്റ്റോണും അതിന് ചുറ്റുമല്ല, ഹാഫ് ഇവിടെ വരെയുള്ളൂ കുഞ്ഞു കുഞ്ഞു സ്റ്റോണായിട്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഈ ഒരു സാധനം ഇതെനിക്ക് അടിപൊളി, ഇത് അടിപൊളിയാണ്. ഇതെനിക്ക് മേടിച്ചതിൽ വെച്ച് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണെന്ന്. പക്ഷേ ഇത് ഈ കൈമേൽ ഇടണ്ട. എനിക്ക് ഞാൻ ആ കൈമേൽ ഇടാൻ പോവാണ്. ഞാൻ സെൻട്രലാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്. പിന്നെ ഇയറിങ്സ് ആണ്. ഈ ഒരു ഇയറിങ്സ് ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇയറിങ്സ്, പിന്നെ ഈ ഒരു ചെയിൻ, ഇത് ഞാൻ ഇപ്പം മേടിച്ചതല്ല കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുന്നേ മേടിച്ചതാണ്. വൈറ്റ് ഒരു പേള് വരുന്നുണ്ട് ലോക്കറ്റായിട്ട്. നല്ല ഭംഗിയുള്ളൊരു ചെയിനാണ് കേട്ടോ. കുറേ പേര് കണ്ടിട്ടുണ്ടാവും. 2 രീതിയിൽ ഇടാൻ പറ്റിയൊരു മാലയാണത്. ഇങ്ങനെയും ഇടാം, പിന്നെ ഇങ്ങനെയും ഇടാം. കൊള്ളാല്ലേ? പിന്നെ ഞാനൊരു മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് മേടിച്ചത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇത് ഞാൻ ഇപ്പം ഇട്ടേക്കണത് ഈ ഷെയ്ഡ് തന്നെയാണ്. ഞാൻ ലൈറ്റായിട്ട് ഇട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ നിങ്ങളിട്ട് കാണിച്ചു തരാം. ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. നല്ല അടിപൊളി ഒരു ബ്രൗൺ, എന്നാൽ അത്രയ്ക്ക് ബ്രൗൺ അല്ല, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് വന്നിട്ട് മരക്കേശ. ഞാൻ എന്തായാലും താഴെ ലിങ്ക് കൊടുത്തേക്കാം, എനിക്കിത് വായിക്കാൻ കിട്ടണില്ല. സോ ഇത് ഞാൻ eBayന്ന് അങ്ങാണ്ട് മേടിച്ചതാണ്. പിന്നെ ഞാൻ ഈ ക്യാപ്പാണ് കേട്ടോ മേടിച്ചത്. കാക്കി കളർ എന്നൊക്കെ പറയാൻ തോന്നുന്നു, അതുപോലത്തെ ഒരു കളറാണ്. ഒരു ഫെയ്ഡായിട്ടുള്ളൊരു കാക്കി കളറിലേക്ക് അതുപോലത്തെ. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടാ, നല്ല രസമുണ്ട്. മുടി ഇങ്ങനെ കിട്ടിയാണ് എനിക്ക് വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ടെമോന്ന് മേടിച്ചതാണ്. പിന്നെ സോക്സ് ബ്രൗൺ ആണ് കേട്ടോ. അതിൽ വൈറ്റ് പോലെ ഇരിക്കുന്ന ഒന്ന്, ഇതൊരു ബ്രൗൺ കളറാണ്. അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ ഒരു 5 മേടിച്ചിട്ടുണ്ട്. ഞാൻ ഡ്രസ്സിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം ഭയങ്കര ലെങ്തി ആയി പോകും. കുറച്ച് അധികം ഡ്രസ്സുകളുണ്ട്, അപ്പോൾ ഭയങ്കര ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ ഞാൻ അടുത്തൊരു വ്ളോഗായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.